എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആളുകളോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ കോണ്ടന്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള സ്വന്തം കാര്യങ്ങളാണ്. ഇപ്പോൾ അവരുടെ ഓരോ ദിവസത്തെയും അവരുടെ ജോലി, അവർ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ പുറത്ത് പോകുന്ന കാര്യങ്ങൾ, എന്തിന് കൂടുതൽ പറയുന്നത് അവരൊരു പപ്പടം കാച്ചുമെങ്കിൽ അതുപോലും ജനങ്ങളിലേക്ക് എത്തിക്കും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്ളോഗ് ചാനലുകൾ കാണാനായിട്ട് താല്പര്യം കൂടുതലായിരിക്കും അല്ലേ? റിയാക്ഷൻ വീഡിയോ ഒക്കെ കാണുന്ന ചാനലുകളൊക്കെ എന്ന് പറഞ്ഞാൽ കാണുന്ന ആളുകൾക്ക് കുറേ അധികം ആളുകൾക്ക് ഇഷ്ടമാണ്. പക്ഷേ കൂടുതൽ ആളുകൾക്കും വ്ളോഗ് ചാനലുകളോടാണ് താല്പര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ വ്ളോഗ് ചാനലുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ എന്നെ കൂടി ഒന്ന് പരിഗണിക്കുക. ഉത്തര ഫ്ലവർ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു വ്ളോഗ് ചാനൽ എനിക്കുണ്ട്. അതുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ വന്നത് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ നെജില ഷാൻ ദമ്പതിമാരുടെ വീഡിയോകളൊക്കെ കൂടുതൽ ആളുകളും കാണാറുണ്ട്. അവരെ ഒട്ടുമിക്ക ആളുകൾക്ക് അവരോട് താല്പര്യമുള്ളവരും ഉണ്ട്, അതിലേറെ അവരെ വിമർശിക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷേ ഈ വിമർശിക്കുന്ന ആളുകളാണ് താല്പര്യത്തോടു കൂടി കാണുന്ന ആളുകളെക്കാൾ കൂടുതൽ അവരുടെ വീഡിയോ വരുന്നോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തിനെന്ന് വെച്ചാൽ നമുക്കൊരു ഇത്തിരി കൊതിയെന്നുണയും പറയുന്നതൊക്കെ വലിയ ഇഷ്ടമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സങ്കടങ്ങൾ കേൾക്കുമ്പോഴൊക്കെ ചിലർക്കെങ്കിലും കുറച്ച് സന്തോഷം തോന്നാറുണ്ട്. എന്നാൽ വേറെ ചിലർക്ക് അയ്യോ പാവം എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന നെജില ഇപ്പോൾ വീണ്ടും ഗർഭിണിയാണ് എന്നുള്ളൊരു കാര്യമാണ്. അവർക്ക് എനിക്ക് തോന്നുന്നു 5 മാസമോ മറ്റോ ആയി എന്ന് തോന്നുന്നു, കൃത്യമായിട്ട് എനിക്ക് അറിയില്ല, അതുകൂടി പറയാമല്ലോ. അപ്പോൾ ഇവർക്ക് നേരത്തെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ മൂന്ന് കുട്ടിയാണെന്ന് തോന്നുന്നു. മിച്ചുമോൻ, മുത്തുമോൻ, അതുപോലെ മസ്റൂറ മോള്, അങ്ങനെ ആയിരുന്നു. ആ പുള്ളിക്കാരത്തിയുടെ ഇപ്പോൾ വീണ്ടും വിവാഹമൊക്കെ കഴിഞ്ഞു. 4ാമത്തെ വിവാഹമാണ് കഴിഞ്ഞത്. ഷാൻ എന്ന് പറയുന്ന ആളെയാണ് പുള്ളിക്കാരത്തി വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവർ തമ്മിൽ വളരെ സ്നേഹമായിട്ടൊക്കെ ഇങ്ങനെ വീഡിയോസും സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. എന്നാൽ തന്നെ അതേ സ്പീഡിൽ തന്നെ രണ്ടുപേരും വഴക്കടിച്ചിരിക്കുന്നതും കാണാറുണ്ട്. അപ്പോൾ ഈ നെജില ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ എന്തുണ്ടായാലും, ഗുണമായാലും ദോഷമായാലും എല്ലാം എടുത്തിട്ട് വീഡിയോ ആക്കും, ലൈവിൽ വരും, ആളുകളോടത്തൊക്കെ വിളിച്ചു പറയും. അതിന് നല്ലതായാലും കെട്ടതായാലും അവർക്ക് അതിലൊന്നും യാതൊരു ഇതുമില്ല. പലപ്പോഴും ഞാൻ ഇതിനു മുമ്പും ഇതേക്കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള സമയങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വശങ്ങൾ എടുത്തിടുക. ഇപ്പോൾ വ്ളോഗ് ചെയ്താൽ, ഇപ്പോൾ നമ്മുടെ സ്വന്തം വീഡിയോസ്, നമ്മുടെ സ്വന്തം ജീവിത അനുഭവങ്ങളാണെങ്കിൽ പോലും അതിൽ മാക്സിമം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക്കിൽ കൊണ്ടിടാവൂ എന്നുള്ളൊരു കാര്യം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അത് ഈ നെജിലിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഷാജിദ ഷാജിയുടേതായാലും ആരുടെ കാര്യമാണെങ്കിലും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തിടുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടാവും. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു സപ്പോർട്ടൊക്കെ അങ്ങ് മാറിയിട്ട് പിന്നീട് മറ്റുള്ളവർക്ക് ആർക്കും നമ്മളെ കണ്ടുകൂടാ എന്നുള്ള അവസ്ഥയിലേക്ക് പോരും. അപ്പോൾ നമ്മളെ കണ്ടുകൂടെങ്കിലും നമുക്ക് ജീവിക്കാൻ സാധിക്കും അല്ലേ? ഇപ്പോൾ മറ്റുള്ളവർ ഇപ്പോൾ നമ്മളെ കണ്ടിട്ട് എന്ത് സാധിക്കാനാണ്? പക്ഷെ അതല്ല, അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബലിയാടാവേണ്ടി വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പഠിക്കാൻ പോണ കുട്ടികളാണ്. അപ്പോൾ എല്ലാ ദിവസവും ഉമ്മച്ചി വന്നിട്ട് ഇപ്പോൾ ഉമ്മച്ചിയുടെ ഹസ്ബൻഡിന്റെ കുറ്റങ്ങൾ പറയുന്നു, ഉമ്മച്ചിയുടെ ഉമ്മയുടെ കുറ്റം പറയുന്നു, ഉപ്പയുടെ കുറ്റം പറയുന്നു, ഭർത്താവിന്റെ അമ്മയുടെ കുറ്റം പറയുന്നു, അങ്ങനെ പലരുടെയും കുറ്റം പറയുന്നു. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ വളരെ മനോഹരമായിട്ട് സ്നേഹിക്കുന്നു ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് കുഞ്ഞുമക്കൾ എപ്പോഴും കുഞ്ഞായിരിക്കത്തില്ല, അവർ വളർന്ന് വരുന്നതാണ്. അപ്പോൾ അവർ പഠിക്കാനൊക്കെ ചെല്ലുമ്പോഴായാലും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അവരോട് അതേക്കുറിച്ചിട്ടൊക്കെ ചോദിക്കുമ്പോൾ അവർക്കത് ജാള്യത ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉമ്മയെയും ഉപ്പയെയൊക്കെ വെറുക്കാനായിട്ട് ആ കുട്ടികൾക്ക് ഒരു ത്വര ഉണ്ടാവുന്നു. അപ്പോൾ അതിനുള്ള ആക്കങ്ങൾ വെച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എടുത്തു പറയാനുള്ള കാര്യം. പല വ്ളോഗർമാരും ചെയ്യുന്നൊരു കാര്യമാണിത്. മലർന്നു കിടന്ന് തുപ്പുക എന്ന് പറയും. ഈ കുട്ടികൾക്ക് പോലും നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെജിലയുടെ ഹസ്ബൻഡ് കൂടെ മദ്യപിച്ച് കഴിയുമ്പോൾ അദ്ദേഹം കുറച്ച് ക്രിമിനൽ മൈൻഡാണ് കാണിക്കുന്നത് എന്നൊക്കെ നെജില കൂടെ വന്നിരുന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ നെജിലയുടെ ഹസ്ബൻഡിന് എന്താണ് പല്ല് തേക്കില്ലെന്നോ, വായനാറ്റമാണ്, കുളിക്കില്ല, നാറ്റമാണ്, ഇത്തരത്തിലുള്ള അനാവശ്യങ്ങളൊക്കെ ഇവർ വന്നിരുന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് വിളമ്പും. ശരിക്കും അത് മറ്റുള്ളവർ കേട്ട് കഴിയുമ്പോൾ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് എന്ന് പോലും ഈ ഒരു സ്ത്രീക്ക് ബോധമില്ല എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എന്തായാലും ആ ഒരു വിഷയത്തെക്കുറിച്ച് നെജില പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് വരൂ. അല്ലെങ്കിൽ കുറച്ചു പേര് പറയും ഞാൻ വെറുതെ ഉണ്ടാക്കി പറയുകയാണെന്ന്. അപ്പൊ അതിനുശേഷം നമുക്ക് ബാക്കി പറയാം. ഇപ്പോഴും നാറ്റമാണ്, നമ്മുടെ ബാസ്മെല്ലാണ്. രാവിലെ ഉറക്കണീക്കുമ്പോൾ ഈ രാത്രി കുടിച്ചേണ്ടതുണ്ടല്ലോ, അയ്യോ. ഞാനൊക്കെ ഈ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഛർദിൽ കൂടുതലുള്ളത് ഷാനുള്ള ടൈമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഷാൻ്റെ ഈ സ്മെല്ല് പിടിക്കൂലായിരുന്നു. അതുകൊണ്ടിപ്പോൾ സമാധാനം, സ്വസ്ഥത, സുന്ദരം. ഇടയ്ക്കിടയ്ക്ക് അവൻ കള്ളു കുടിച്ച് ലെക്ക് ഇടുമ്പം വിളിക്കും. അതാ അവൻ്റെ കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ കുളിയും നനയും ഇല്ലാത്ത ഒരു ലോകോത്തര ഫ്രോഡ്. ഇവനെ കണ്ടാൽ ഇപ്പോൾ ഒരു കുറവൻ്റെ കട്ട് തന്നെയാണ്, പറയാതിരിക്കാനൊന്നും പറ്റൂല. ഒരു മേത്തനെന്നൊന്നും പറയുന്നത് കുളിയില്ല, കഴിവക്കയില്ല. ആൾക്കാർ പറഞ്ഞിട്ട് ഇന്നലെ ഇട്ടത് തന്നെ ഇന്നും ഇടും. ഇട്ടിരിക്കുന്ന അവിടെ കലമ്പലത്തിലുള്ളവരൊക്കെ വിളിക്കും കേട്ടാ. നമ്മളെ ചാനൽ കാണുന്നവരെ
അപ്പോൾ ഇതാണ് കാര്യം. ശരിക്കും നെജില പറയുന്നതെന്ന് പറഞ്ഞാൽ മദ്യപിച്ചിട്ട് വരുന്ന ഭർത്താവിന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വായിൽ മദ്യത്തിന്റെയും അതുപോലെ തന്നെ അല്ലാതെയും സ്മെല്ലൊക്കെ വന്നിട്ട് ഭയങ്കര നാറ്റമാണെന്നൊക്കെയാണ് പറയുന്നത്. ആയിരിക്കും, നോർമലായിട്ട് തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നതിന് മുമ്പ് എല്ലാവരുടെ വായയും സ്മെല്ല് വരും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ മദ്യത്തിന്റെ രൂക്ഷഗന്ധം കൂടി ആയി കഴിയുമ്പോൾ അത് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്തിന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയണം? ഇതൊക്കെ മറ്റുള്ളവർ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഉളുപ്പില്ലേ നിങ്ങൾക്ക്? അപ്പോൾ അത് മാത്രമല്ല, ഇവരുടെ ഹസ്ബൻഡ് കൂടെ വഴക്കിട്ടിട്ട് അദ്ദേഹം വാഹനം എടുത്തിട്ട് അങ്ങ് പോകും. പോയി കഴിയുമ്പോൾ ഇതുപോലെ നെജില വന്നിരുന്നിട്ട് പിന്നീട് അതുവരെ നെജിലയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിനെ അല്ലിക്ക അല്ലിക്ക എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞാലും അദ്ദേഹത്തെ അല്ലിക്ക എന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും അല്ലേ ഇക്ക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറയുന്ന നെജില പിന്നീട് അദ്ദേഹം വീട് വിട്ട് പൊയ്ക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹം ഭാര്യ ആയ നെജിലയുമായിട്ട് പിണങ്ങിക്കഴിഞ്ഞാൽ നെജിലയുടെ രീതിയെ മാറും. പിന്നീട് നെജില പറയുന്നത് മുഴുവനും അവൻ എവൻ അവൻ എന്ന് പറഞ്ഞ് മാത്രമാണ് നെജില സംസാരിക്കുന്നത്. അവന് 300 രൂപ ചോദിച്ച് ഞാൻ കൊടുത്തില്ല, അതാണ് പ്രശ്നം. അപ്പോൾ 300 രൂപ ചോദിച്ച് ഞാൻ പറഞ്ഞ് തരൂല, കാരണം വെറുതെ പൈസ നശിപ്പിച്ച് കളയുന്നു, അത് കൊടുക്കാൻ ഇല്ല. ഒരുമാതിരി 300 രൂപ, അതാണ് നല്ല ലൈഫ്. അപ്പൊ ഇതൊക്കെ കുട്ടികൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ കേൾക്കുന്നുണ്ട് എന്നുള്ള കാര്യം നെജില കുറച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ നെജില വിചാരിക്കും, ഓ ഞാനിത് വീഡിയോ ഇടുമ്പോൾ എൻ്റെ മോള് കാണുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഈ മകൾക്കും കൂട്ടുകാരികളൊക്കെ ഉണ്ട്, പഠിപ്പിക്കുന്ന അധ്യാപികമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്നില്ല അവരൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഈ കുട്ടിയോട് അതേക്കുറിച്ചിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വിലയല്ലേ ഇടിഞ്ഞു പോകുന്നത്? അതെങ്കിലും ചിന്തിക്കണ്ടേ? ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഭർത്താവ് പിണങ്ങിപ്പോയി. അപ്പോൾ ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിട്ട് കരഞ്ഞ് ബഹളം വെച്ചിട്ടൊക്കെ നെജില വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതേ ഹസ്ബൻഡ് പോയിട്ട് ഇപ്പോൾ വീണ്ടും തിരികെ അദ്ദേഹം വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നെജിലയോട് പറയാനുള്ളത്, വീട്ടിലെ കാര്യങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കൂ. നെഗറ്റീവായിട്ടുള്ളത് മാക്സിമം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇടാതിരിക്കുക. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നീടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നെജില ഇപ്പോൾ ഭയങ്കര സങ്കടത്തിലാണ്, പൊട്ടി കരഞ്ഞുകൊണ്ടൊക്കെ വന്നിരിക്കുകയാണ്. മസ്റൂറ മോളെ പറ്റിയിട്ടുള്ള കുറ്റങ്ങളാണ് നെജില പറയുന്നത്. അപ്പോൾ അതെന്തായാലും ഈ ഒരു വീഡിയോയിൽ കൂടി ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല. വീഡിയോയുടെ ലെന്ത് വല്ലാണ്ട് നീണ്ടുപോകും. അതുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ അതേക്കുറിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇനി എന്തായാലും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.